യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. But as many as received him, to them gave he power to become the sons of God. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. Even to them that believe on his name. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ 13-ാം വാക്യത്തിൽ പരിശുദ്ധാത്മ പറയുന്നത് ശ്രദ്ധിക്കൂ. അവർ രക്തത്തിൽ നിന്നല്ല, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, അവർ ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, അവർ പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്നത്രേ അവർ ജനിച്ചത്. ആരാണ് അവർ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർ. ഓക്കെ, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല, ഇറ്റ്സ് എ ലൈഫ്. ഇതൊരു ജീവിതമാണ്. ആ ജീവിതം നമുക്ക് തരുവാനാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശു ഈ ഭൂമിയിൽ വന്ന് ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശു ഈ ഭൂമിയിൽ വന്ന് ഒരു സംഘടനയുടെയും നേതാവായിരുന്നിട്ടില്ല. സത്യ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയ വ്യക്തിത്വമാണ് പുത്രനായ ക്രിസ്തു. യേശു പറയുന്നു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല. അതെ, നമ്മെ ദൈവത്തിലേക്ക് നയിക്കുവാൻ, ദൈവത്തെ നമ്മുടെ പിതാവാക്കി മാറ്റുവാൻ, ദൈവം നമ്മുടെ പിതാവായി തീരുവാൻ പുത്രനായ യേശു ഈ ഭൂമിയിൽ വന്നു. എന്തിനാണ് ദൈവം പുത്രനായി വന്നത്? ഞാൻ ചിന്തിച്ചൊരു വലിയ സത്യമാണ്. ദൈവം എന്തിനു വേണ്ടി പുത്രനായി ഭൂമിയിൽ വന്നു? നമ്മളെ പുത്രരാക്കി മാറ്റുവാൻ. യേശു നമ്മെ പോലെ ആയത്, ശ്രദ്ധിക്കൂ ആ വാക്ക്, യേശു നമ്മെ പോലെ ആയത് നാം അവനെ പോലെ ആകുവാൻ വേണ്ടിയാണ്. Hallelujah. Glory to God. Now we have a new life. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പുതിയ ജീവിതം. ആ പുതിയ ജീവിതം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നമുക്കൊരു ഉറപ്പ് തരുന്നു. തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ നശിച്ചു പോകുകയില്ല. എത്ര നാശത്തിൽ കിടന്ന വ്യക്തിയാണെങ്കിലും, എത്ര പരാജിതയായി കിടന്ന വ്യക്തിത്വമാണെങ്കിലും, പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടുകൂടെ, യേശുവിനെ കൈക്കൊള്ളുന്നതോടുകൂടെ ആ വ്യക്തിക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും അവനിൽ പുതുതായി തീരുന്നു. ഓക്കെ, എത്ര പേർ ആഗ്രഹിക്കുന്നു ഒരു പുതിയ ജീവിതം? എത്ര പേർ ആഗ്രഹിക്കുന്നു ഒരു ന്യൂ ലൈഫ്? ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം, ദൈവം പിതാവായിരിക്കുന്ന ഒരു ജീവിതം. നിങ്ങൾ ഓർക്കണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാലാണ് നമ്മുടെ ലൈഫിൽ രൂപാന്തരം ഉണ്ടാകുന്നത്. നിങ്ങളിൽ എല്ലാവർക്കും വിശ്വാസം വർദ്ധിക്കുവാൻ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ദൈവമേ എൻ്റെ വിശ്വാസം ഒന്ന് എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ. എങ്ങനെ നിങ്ങളുടെ ഫെയ്ത്ത് ഇൻക്രീസ് ആകുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ദൈവവചനത്തിൻ്റെ കേൾവിയാലാണ് നിങ്ങളുടെ അകത്തെ ഫെയ്ത്ത് വർദ്ധിക്കുന്നത്. ഒരു ശുദ്ധീകരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഒരു സൗഖ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അപ്പോൾ വചനം നമ്മളെ സൗഖ്യമാക്കുന്നു, വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നു, വചനം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. അല്ല
ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, പ്രതീക്ഷിക്കുന്നതെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. അപ്പോൾ ദൈവവചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് ബൈബിൾ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദാറ്റ്സ് വൈ യു ആർ ബ്ലെസ്സഡ്, യു ആർ അക്സെപ്റ്റഡ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അടുത്തിരിക്കുന്ന ആൾക്ക് കരങ്ങൾ കൊടുത്ത് പറയുക, നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. സി, ആ വചനത്തിൽ നാം വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ഓക്കെ, ദൈവമക്കളാകുന്നത് എങ്ങനെയാണ്? നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും വരുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വീണ്ടും ജനനമുണ്ടായത്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവൻ ഉള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വചനത്തിന് കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ കണ്ടോ? ജീവനുള്ളത്, നിലനിൽക്കുന്നത്. ഓക്കെ, ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അകത്ത മനുഷ്യനിൽ വീഴുമ്പോഴാണ് നിങ്ങളുടെ അകത്ത് ജീവൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഏത് വാളിനേക്കാളും, ഇരുവാഴ്ത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും, നിങ്ങളുടെ ആത്മാവിനെയും പ്രാണനെയും സന്ധിമഞ്ച മാംസങ്ങളെ വിടിവിക്കും വരെ തുളച്ചു കയറുന്നതുമാകുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഒരവയവത്തിന് ജീവനില്ല, ഒരുപക്ഷെ നിങ്ങളുടെ കൈക്ക് ജീവനില്ല, നിങ്ങളുടെ കണ്ണിന് ജീവനില്ല, നിങ്ങളുടെ ഒരു ചെവിക്ക് ജീവനില്ല. ഏതെങ്കിലും മരിച്ചുപോയ ഡെഡായിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സെല്ലുകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ, ജീവനില്ലാത്ത ഒരു അനുഭവത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ആ മേഖലയിലേക്ക് ഇടിച്ചു കയറി ചെന്ന് അവിടേക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുന്നു. പ്രത്യാശയില്ലാത്തവരായി, മുഖം വാടിയവരായി, നിരാശപ്പെട്ടവരായി നിങ്ങൾ ഇന്ന് രാത്രി മീറ്റിംഗിൽ ഇരിക്കുന്നെങ്കിൽ, ഈ വചനത്തിന്റെ കേൾവി നിങ്ങളിൽ ചൈതന്യം ഉളവാക്കുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഹല്ലേലൂയ. See, ആ ദൈവത്തിന്റെ വിത്ത്, കെടാത്ത ബീജം എന്നാ പത്രോസ് പറഞ്ഞ, കെടാത്ത ബീജം. ആ കെടാത്ത ബീജമാണ് നിങ്ങളുടെ അകത്ത മനുഷ്യനിൽ നിക്ഷേപിക്കപ്പെടുന്നത്. ഒരു മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്നതാണ്. ദേഹി എന്ന് പറയുന്നതിലാണ് മനോവികാര ഇച്ഛാമണ്ഡലങ്ങളുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ജീവൻ ഇരിക്കുന്ന, ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവ് അവൻ്റെ ഉള്ളിലുണ്ട്. അതാണ് 3-ാമത്തെ വ്യക്തിത്വം. ആത്മാവിലാണ് ദൈവത്തിൻ്റെ ജീവൻ ഉള്ളത്. ഹല്ലേലൂയ. ആത്മാവിലാണ് ദൈവത്തിൻ്റെ ജീവൻ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മർക്കോസ് 8:36 യേശു പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന തൻ്റെ ആത്മാവ് ഏറ്റവും വാല്യുബിൾ ആണ്. ഈ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി, ഈ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനായാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഓക്കെ, നമ്മുടെ പുറത്തെ ശരീരം, ഈ പുറത്ത് കാണുന്ന ദേഹം, ഇത് സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ്. ഈ പുറമേ കാണുന്ന ഈ ദേഹത്തിൻ്റെ ആഗ്രഹം എപ്പോഴും ഈ ലോകത്തോടാണ്. ലിസൺ ടു മീ കെയർഫുള്ളി. ഈ പുറമേ കാണുന്ന ദേഹത്തിൻ്റെ ആഗ്രഹം എപ്പോഴും ഈ ലോകത്തോടാണ്. പണം ഉണ്ടാക്കണം, പദവി ഉണ്ടാക്കണം, മനുഷ്യനെ പറ്റിക്കണം, അല്ലെങ്കിൽ പാപം ചെയ്യണം, ലോകസ്നേഹത്തിൽ നടക്കണം, സിനിമ കാണണം, തെറ്റ് ചെയ്യണം, ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം, മദ്യപിക്കണം, പുകവലിക്കണം. ഇതെല്ലാം ഈ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളാണ്. കാരണം ഈ ജഡത്തെ എടുത്തിരിക്കുന്നത് ഈ ഭൂമിയിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ്. അവൻ എപ്പോഴും ആഗ്രഹം ഈ ലോകത്തോടാണ്. എന്നാൽ അകത്തൊരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ ദൈവം എടുത്തത് മണ്ണിൽ നിന്നല്ല, ഭൂമിയിൽ നിന്നല്ല, അത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. ഓക്കെ, ആത്മാവിൻ്റെ ആഗ്രഹം എപ്പോഴും ദൈവത്തോടാണ്, ജഡത്തിൻ്റെ ആഗ്രഹം എപ്പോഴും ലോകത്തോടാണ്. ഇത് ഇങ്ങനൊരു വാർഫെയർ, ഇങ്ങനൊരു ഫൈറ്റിംഗ് ആണ് മനുഷ്യ ജീവിതം. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, ജഡത്തിൻ്റെ പ്രവർത്തികൾ ആത്മാവിനോട് ശത്രുത്വമാകുന്നു. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ നാം നിർവീര്യമാക്കണം. ആത്മാവിനാൽ. എന്തിനു വേണ്ടിയാണ്? ഇന്ന് രാവിലെ നമ്മൾ കേട്ടു, നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ജീവൻ ദൈവം എന്തിനാണ് നിക്ഷേപിച്ചിരിക്കുന്നത്?
എന്തിനു വേണ്ടിയാണ് സൗഖ്യവും അനുഗ്രഹവും വിടുതലുകളും നന്മകളും എല്ലാം നമ്മുടെ ആത്മാവിൽ ദൈവം ഇട്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ആ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു ഗണ്ണിനകത്ത്, ഒരു തോക്കിനകത്ത് ബുള്ളറ്റുകൾ, വെടിയുണ്ടകൾ നിറച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഏറ് കയറാതിരിക്കാനാണോ? നോ. അത് നിറച്ചിരിക്കുന്നത് ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അറ്റാക്കിംഗ് ഉണ്ടായാൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എന്നതുപോലെ നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ ജീവനും വിശുദ്ധിയും ദൈവം നിറച്ചു വെച്ചിരിക്കുന്നതിന്റെ റീസൺ, ഈ ലോകത്തിന്റെ സ്നേഹവും ഈ ലോകത്തിന്റെ മോഹങ്ങളും ഈ ലോകത്തിന്റെ അറ്റാക്കിങ്ങുകളും നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്നാൽ പലർക്കും ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിക്കുവാൻ കഴിയുന്നില്ല. എന്താണ് അതിന്റെ കാരണം? ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് പഠിപ്പിക്കും. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, നിങ്ങൾ കൃപയ്ക്ക് അധീനരാകയാൽ ഇനി ന്യായപ്രമാണം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. ദൈവത്തിന്റെ കൃപ, യേശുവിന്റെ കൃപ, അവന്റെ സാന്നിധ്യം, അവന്റെ സ്നേഹം, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ ബോൺ അഗെയിൻ ആകുന്നതോടുകൂടെ, ഞാൻ പറഞ്ഞു, ഒരു കരടി ഒന്നിനെ ജനിപ്പിക്കുന്നെങ്കിൽ അത് കരടിയായിരിക്കും, സിംഹം ഒന്നിനെ ജനിപ്പിക്കുന്നെങ്കിൽ അത് സിംഹമായിരിക്കും, നായ ഒന്നിനെ ജനിപ്പിക്കുന്നെങ്കിൽ അത് നായായിരിക്കും. നാം ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. അങ്ങനെ നാം ദൈവത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെ മക്കളായി മാറിയത്. പത്രോസ് പറയുന്നു, we have the divine nature of God. നാം ഇപ്പോൾ അവന്റെ ദിവ്യ സ്വഭാവത്തിന് അവകാശികളായിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ നേച്ചർ മനുഷ്യന്റെ നേച്ചർ അല്ല, ജഡീകനായ ഒരാളുടെ നേച്ചർ അല്ല. ഇപ്പോൾ ഞാൻ കൊണ്ടു നടക്കേണ്ടത് ദൈവത്തിന്റെ നേച്ചറാണ്. സത്യം, ഞാൻ ഈ റെവലേഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്പിരിച്വൽ അറ്റാക്ക് 100 മേഖലകളിൽ നിന്ന് വന്നു. പക്ഷെ അതിനെയൊക്കെ ജയിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. നിങ്ങളിത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ വെളിപ്പാട് അകത്ത് കയറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഈ റെവലേഷൻ അകത്ത് കയറിയാൽ, ഈ റെവലേഷൻ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്നും ആർക്കും പറയാൻ കഴിയില്ല. എന്താണ് ദൈവത്തിന്റെ ഡിവൈൻ നേച്ചർ? The nature of God, forgiveness. The nature of God, healings. The nature of God, salvation. ദൈവത്തിന്റെ നേച്ചർ സൗഖ്യമാക്കുന്ന നേച്ചറാണ്. ദൈവത്തിന്റെ നേച്ചർ തകർന്നിരിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്ന നേച്ചറാണ്. ദൈവത്തിന്റെ നേച്ചർ ക്ഷമിക്കുന്ന നേച്ചറാണ്. ദൈവത്തിന്റെ നേച്ചർ അത്ഭുതങ്ങളെ ചെയ്യുന്ന നേച്ചറാണ്. അങ്ങനെയാണെങ്കിൽ ഈ നേച്ചറാണ് ഇപ്പോൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി പാപമല്ല നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നത്, ന്യായപ്രമാണമല്ല നിങ്ങളുടെ മേൽ ഇനി കർത്തൃത്വം നടത്തുന്നത്, നിങ്ങൾ കൃപയ്ക്ക് അധീനരായിരിക്കുന്നു. ഹലോ, കൃപ നിങ്ങളെ കവർ ചെയ്തിരിക്കുന്നു. പാസ്റ്റർ റീഡ് വൺ മോർ വേർഡ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 5 മുതൽ 9 വരെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവം ഉള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നിങ്ങൾ ജഡസ്വഭാവം ഉള്ളവരല്ല, നിങ്ങളിപ്പോൾ ആത്മസ്വഭാവം ഉള്ളവരത്രേ. ആ ആത്മസ്വഭാവമാണ് ദ ഡിവൈൻ നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വഭാവം. എത്ര പേര് ആമീൻ പറയാനുണ്ട്? ബിക്കോസ് ഇപ്പോൾ ദൈവമാണ് എൻ്റെ പിതാവ്. ഗോഡ് ഈസ് മൈ ഫാദർ. ഞാനിപ്പോൾ അവൻ്റെ ഭവനക്കാരനാണ്, ഞാനിപ്പോൾ അവൻ്റെ ഭവനക്കാരിയാണ്. ഈ ഭവനത്തെ നയിക്കുന്ന എൻ്റെ പിതാവ് ഇപ്പോൾ ദൈവമാണ്.
ഇപ്പോൾ നമ്മളിൽ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവമുണ്ട്. നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന് അവകാശികളാകുന്നു. പൗലോസ് പറയുന്നു, നിങ്ങളിപ്പോൾ പാപത്തിനല്ല കൃപയ്ക്കത്രേ അധീനരായിരിക്കുന്നു. കൃപ നിങ്ങളെ കവർ ചെയ്തിരിക്കുന്നു. ഓ ഹല്ലേലൂയ. എന്താണ് ഇതിന്റെ അർത്ഥം? പാപമില്ലെന്നാണോ? നോ, പാപമുണ്ട്. നിങ്ങളിൽ പാപമില്ലെന്ന് പറയുന്നവൻ കള്ളനാകുന്നു. മനുഷ്യന്റെ ഹ്യൂമൻ ബീയിങ്ങിന്റെ നേച്ചർ എന്ന് പറയുന്നത് സിൻഫുൾ നേച്ചറാണ്. മനസ്സിലായി ഞാൻ ഈ പറഞ്ഞേ? മനുഷ്യന്റെ നേച്ചർ എന്ന് പറയുന്നത് പാപം ചെയ്യാനുള്ള നേച്ചറാണ്. പാപത്തിൽ അല്ലയോ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്. മനുഷ്യന്റെ നേച്ചർ സിൻഫുൾ നേച്ചറാണ്. എന്നാൽ സിൻഫുൾ നേച്ചറുള്ള ഈ മനുഷ്യൻ ദൈവത്തിന്റെ ഡിവൈൻ നേച്ചറിലേക്ക് വരുമ്പോഴാണ് ആ സിൻഫുൾ നേച്ചറിനെ ഓവർകം ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കാൻ കഴിയും വിശുദ്ധിയെക്കുറിച്ച്. 1 പത്രോസ് 1 അധ്യായം 15-16 വാക്യങ്ങൾ നിങ്ങൾ നോക്കൂ. 1 പത്രോസ് 1 അധ്യായം 15-16 വാക്യം. കമോൺ. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആരാണ്? നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നിങ്ങൾ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാനിന്ന് രാവിലെ പറഞ്ഞു, പിശാചിന് സ്വന്തമായി ശരീരമില്ല, പിശാചിന് സ്വന്തമായി കണ്ണുകളില്ല, പിശാചിന് സ്വന്തമായി ചെവികളില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരുന്ന സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞു, ഭൂതം വരുന്നു. യേശു കർത്താവ് പറഞ്ഞു, നോ, ഭൂതമൊന്നും അല്ല. ഭൂതത്തിന് എന്നെ പോലെ ശരീരമില്ലല്ലോ. That is a spirit. ഹല്ലേലൂയ. എന്നാൽ പിശാചിന് ചിലത് കാണാൻ കണ്ണുകൾ വേണം. pornography കാണാൻ, തിന്മ കാണാൻ, മ്ലേച്ഛ കാണാൻ, പാപം കാണാൻ, തിന്മ കാണാൻ, ഇന്റർനെറ്റിനകത്ത് മ്ലേച്ഛത കാണാൻ, അത് കണ്ട് സുഖിക്കാൻ അവന് ചില കണ്ണുകൾ വേണം. അവന് സ്വന്തമായി കണ്ണുകളില്ല. അതിനുവേണ്ടി അവൻ ചിലരുടെ കണ്ണുകളെ പിടിച്ചെടുക്കുന്നു. പാപം കേൾക്കാൻ, തിന്മ കേൾക്കാൻ, മ്ലേച്ഛത കേൾക്കാൻ അവന് ചില ചെവികൾ വേണം. അതിനുവേണ്ടി ചില ചെവികളെ അവൻ കാർന്നെടുക്കുന്നു. വഴക്കുണ്ടാക്കാൻ ചില നാവുകൾ വേണം. പിശാചിന്റെ സ്വഭാവമാണിതെല്ലാം. അവന് സ്വന്തമായി നാവില്ല. അവന് ചീത്ത വർത്തമാനം പറയാൻ ചില നാവുകൾ വേണം. അതിനുവേണ്ടി ചില നാവുകളെ അവൻ പിടിച്ചെടുക്കുന്നു. ഇതുപോലെ തന്നെയാണ് ദൈവത്തിനും. ദൈവവും ആത്മാവാണ്. ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ, യേശു കർത്താവിന് രോഗികളെ സൗഖ്യമാക്കാൻ ഈ ഭൂമിയിൽ ചില കൈകൾ വേണം. യേശു കർത്താവിന് സംസാരിക്കാൻ ഈ ഭൂമിയിൽ ചില നാവുകൾ വേണം. യേശു കർത്താവിനെ കടന്നു ചെല്ലാൻ ഈ ഭൂമിയിൽ ചില കാലുകൾ വേണം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ പൗലോസിന്റെ വാക്ക് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങൾ സമർപ്പിക്കുവീൻ. നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കരുത്. എല്ലാരും പറയുക, എന്റെ അവയവങ്ങൾ ദൈവത്തിന് വിശുദ്ധമായിരിക്കും. പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി പറയുക, എന്റെ അവയവങ്ങൾ ദൈവത്തിന് വിശുദ്ധമായിരിക്കും. പിശാചിന് ഞാൻ കൊടുക്കില്ല. ഹല്ലേലൂയ. എന്റെ കണ്ണുകൾ ദൈവത്തിന്റെ മഹത്വം കാണേണ്ടതിനായിരിക്കും. എന്റെ കണ്ണുകൾ ദൈവത്തിന്റെ അത്ഭുതം കാണേണ്ടതിനായിരിക്കും. കാരണം എന്റെ കണ്ണുകളെ സൃഷ്ടിച്ചവൻ, ഹല്ലേലൂയ, ഈ കണ്ണിന്റെ ഉടമസ്ഥൻ ഈ കണ്ണ് ഉപയോഗിക്കട്ടെ. ഈ ചെവിയുടെ ഉടമസ്ഥൻ ഈ ചെവി ഉപയോഗിക്കട്ടെ. ഈ നാവിന്റെ ഉടമസ്ഥൻ ഈ നാവ് ഉപയോഗിക്കട്ടെ. ഈ കരത്തിന്റെ ഉടമസ്ഥൻ ഈ കരം ഉപയോഗിക്കട്ടെ. ശത്രുവായ സാത്താന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അവൻ കൊണ്ടുപോയതിനെ തിരിച്ചു പിടിക്കുന്ന ഒരു രാത്രിയായി ഇത് മാറട്ടെ. കൃപ നിങ്ങളെ കവർ ചെയ്തിരിക്കുന്നു. എന്നാൽ റൈറ്റ് നൗ നിങ്ങൾ ബോൺ അഗെയിൻ ആയതോടെ ഈ സ്കിന്നിനൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ വീട്ടുപേര് പഴയത് തന്നെയാണ്. നിങ്ങളുടെ അപ്പനും അമ്മയും പഴയ ആള് തന്നെയാണ്. നിങ്ങൾ ബോൺ അഗെയിൻ ആയതോടെ നിങ്ങളുടെ തൊലിക്കോ നിങ്ങളുടെ ജഡത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. മാറ്റം വന്നത് നിങ്ങളുടെ ആത്മാവിനാണ്. ഈ ശരീരത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ല. പക്ഷെ ഈ ശരീരത്തിന് മാറ്റം സംഭവിക്കും. എപ്പോഴാണെന്നറിയാമോ? അത് ഇപ്പോഴല്ല. ഇപ്പോൾ ചെയ്യേണ്ടത് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുക. ഇപ്പോൾ ചെയ്യേണ്ടത് ആത്മാവിനാൽ ജഡത്തിന്റെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുക. പാപം നിറഞ്ഞൊരു സമൂഹത്തിൽ തന്നെ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഓടി ഒളിക്കാൻ ഒക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം, നല്ലൊരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ തലയുടെ മുകളിലൂടെ ഒരുപാട് പക്ഷികൾ പറക്കുന്നുണ്ട്.
നിങ്ങളുടെ തലയുടെ മുകളിലൂടെ കാക്കയും പരുന്നും കുയിലും ഒരുപാട് പക്ഷികൾ നിങ്ങളുടെ തലയുടെ മുകളിലൂടെ പറക്കുന്നുണ്ട്. ഇവരോടൊന്നും പറക്കരുതെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ ഈ പറന്നു പോകുന്ന പക്ഷി നിന്റെ തലയിൽ കൂട് വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയാണ്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? ഈ പറന്നു പോകുന്ന പക്ഷി നിന്റെ തലയിൽ കൂട് വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയാണ്. ഇവിടുത്തെ പാപത്തെയും ഇവിടുത്തെ മദ്യപാനത്തെയും ഇവിടുത്തെ കാര്യങ്ങളെ ചേഞ്ച് ചെയ്യാൻ ഒരു പരിധിവരെ പറ്റും, എന്നാൽ ഒരു പരിധിവരെ നടക്കത്തില്ല. കാരണം ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നെന്നാ യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ മുകളിലൊക്കെയും നമുക്ക് പൂർണ്ണ ജയം തരുന്ന ഒരു ദൈവമുണ്ട്. പൗലോസ് പറയുന്നു, ഇവയിലൊക്കെയും ഞങ്ങൾക്ക് പൂർണ്ണ ജയം തരുന്ന ദൈവം. ഹല്ലേലൂയ. തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന പക്ഷിയോട് പറയാൻ പറ്റുമോ പറക്കരുതെന്ന്? പറ്റത്തില്ല. ഇതെല്ലാം ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കും. ഇമെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിലത് കയറി വരും, സ്വാഭാവികമാണ്. കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ചില തെറ്റുകളിലേക്ക് നിന്നെ നടത്താനുള്ളത് അതിനകത്ത് കയറി വരും, സ്വാഭാവികമാണ്. പക്ഷെ അതിനകത്ത് കയറണോ വേണ്ടയോ നോക്കണോ എന്ന് തീരുമാനിക്കുന്ന നീയാണ്. നിന്റെ തലയുടെ മുകളിലൂടെ ഒരുപാട് പക്ഷികൾ പറക്കും, പക്ഷെ അത് നിന്റെ തലയിൽ കൂട് വെക്കാതെ നീയാണ് സൂക്ഷിക്കേണ്ടത്. ഞാനൊരു വാക്യം കാണിക്കാം. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരിക. താങ്ക് യു ഫാദർ. 1 John chapter 3 verse 9 and 10. 1 യോഹന്നാൻ 3-ാം അധ്യായം 9-10 വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും. Listen to me. Why? എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയാത്തത്? ഒരു കരടി ഒന്നിനെ ജനിപ്പിക്കുന്നെങ്കിൽ അത് കരടിയായിരിക്കും, നായ ഒന്നിനെ ജനിപ്പിക്കുന്നെങ്കിൽ നായായിരിക്കും, സിംഹം ഒന്നിനെ ജനിപ്പിക്കുന്നെങ്കിൽ സിംഹമായിരിക്കും. സിംഹമാണ് ജനിപ്പിച്ചതെങ്കിൽ ഗർജിക്കും, നായാണ് ജനിപ്പിച്ചതെങ്കിൽ കുരയ്ക്കും. കാരണം ആരാണോ ജനിപ്പിച്ചത് അവന്റെ സ്വഭാവമേ കാണിക്കത്തുള്ളൂ. നിങ്ങൾ ജനിച്ചത് കെടുന്ന ബീജത്താല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നിങ്ങളുടെ അകത്ത് വീണിരിക്കുന്ന വിത്ത് ദൈവത്തിന്റെ വിത്താണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ട നേച്ചർ ദൈവത്തിന്റെ നേച്ചറാണ്. ദൈവത്തിന് പാപം കാണാൻ കഴിയത്തില്ലെങ്കിൽ, ദൈവത്തിന് അതിലേക്ക് നോക്കാൻ കഴിയത്തില്ലെങ്കിൽ, ദൈവത്തിന് അത് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുക, എനിക്കും അത് ചെയ്യാൻ കഴിയില്ല, എനിക്കും അത് കാണാൻ കഴിയില്ല. It's very important. Read that word once again. ആദ്യം മുതൽ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. റീസൺ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ഓക്കേ. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. Come on, read. ആ വാക്കിന്റെ ഏറ്റവും ലാസ്റ്റിലത്തെ വേർഡ് 1 യോഹന്നാൻ 5-ാം അധ്യായം 18, 19, 20. 1 യോഹന്നാൻ 5-ന്റെ 18, 19, 20. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. 3-ാം അധ്യായത്തിൽ നമ്മൾ ഇത് കേട്ടു, 5-ാം അധ്യായത്തിലും അത് തന്നെ എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. Listen to that word. കിളി ഒത്തിരി, പക്ഷികൾ ഒത്തിരി തലയുടെ മേളിൽ കൂടെ പറക്കും. ചുറ്റുപാട് ഒരുപാട് തിന്മകൾ നടക്കും. But you're a born again, you listen to that word. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, born again ആയവൻ തന്നെ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ദുഷ്ടൻ അവനെ തൊടുന്നില്ല. എല്ലാരും പറഞ്ഞേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, ഉറക്കെ പറ സാറേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. പറഞ്ഞേ, തന്നെ താൻ സൂക്ഷിക്കുന്നു. ഞാൻ എൻ്റെ നാവിനെ സൂക്ഷിക്കുന്നു, ഞാൻ എൻ്റെ കണ്ണിനെ സൂക്ഷിക്കുന്നു, ഞാൻ എൻ്റെ കാതിനെ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ദുഷ്ടൻ എന്നെ തൊടുന്നില്ല. കമോൺ, അതുകൊണ്ട് ദുഷ്ടൻ എന്നെ തൊടുന്നില്ല. അതുകൊണ്ട് പിശാചിന് എന്നിൽ പിടിക്കാൻ ഒരു ഹാൻഡിൽ ഇല്ല. നിങ്ങൾക്ക് ആ സത്യം അറിയാമോ? ദൈവം നമ്മുടെ അകത്ത് വരുന്നത് എങ്ങനെയാണ്? കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. ദൈവം തള്ളി കയറത്തില്ല, ഇടിച്ചു കയറത്തില്ല, പുഷ് ചെയ്യത്തില്ല. നിങ്ങൾ അവൻ്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നാൽ ദൈവം അകത്ത് വരും. അപ്പോഴാണ് നിങ്ങൾ ബോൺ അഗെയിൻ ആകുന്നത്. ആർ യു റെഡി? ഓക്കെ. ഇതുപോലെ തന്നെയാണ് പിശാചും. നിങ്ങൾ ഒരു വാതിൽ പിശാചിന് തുറന്നു കൊടുക്കാതെ അവന് നിങ്ങളിൽ വരാനൊക്കില്ല.
നിങ്ങൾ പിശാചിന് പിടിക്കാൻ നിങ്ങളായിട്ടൊരു ഹാൻഡിൽ കൊടുക്കാതെ അവന് പിടിച്ചിരിക്കാനൊക്കില്ല. നിങ്ങളുടെ വാക്ക് കൊണ്ടോ, നിങ്ങളുടെ കണ്ണിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയത് കൊണ്ടോ, നിങ്ങളൊരു പാപത്തിൽ എൻട്രി ചെയ്തുകൊണ്ടോ, നിങ്ങളുടെ ചില പ്രവർത്തികൾ കൊണ്ടോ നിങ്ങൾ അവനൊരു ഡോറ് തുറന്ന് കൊടുക്കുമ്പോഴാണ് അവൻ അകത്ത് വരുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ രക്ഷപ്പെടാനുള്ളതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. പിശാച് വലിയ കള്ളനാണ്. ഇതിനകത്ത് ചില ചെറുപ്പക്കാരിരിക്കുന്ന ഞാൻ കാണുന്നു. നിങ്ങളെക്കുറിച്ചെല്ലാം ദൈവത്തിന് പദ്ധതിയുണ്ട്. സാത്താൻ വഞ്ചകന. ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെവലേഷനുണ്ട്. പിശാചിൻ്റെ ഒരു കളി കണ്ടോണേ. ഇങ്ങോട്ട് നോക്കിയോ, ഇതൊക്കെ പിടിച്ചോണ്ട് പോയ അനുഗ്രഹമാണ്. യേശു 40 രാവും 40 പകലും ഉപവസിക്കുക. അപ്പൊ യേശുവിന് എന്താണ്? യേശുവിന് വിശക്കുന്നു. ഉപവാസം ഇരിക്കുന്ന 40 ദിവസം ഭക്ഷണം കഴിക്കാത്തവൻ എന്താ ഉണ്ടാകുന്നേ? വിശപ്പ്. അപ്പൊ സാത്താൻ വന്ന് പറയുകയാണ്, നീ ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറ, എന്നിട്ട് എടുത്ത് കഴിക്കുക. എന്റെ ചോദ്യം, പിശാച് പറഞ്ഞത് തെറ്റാണോ? സാത്താൻ പറഞ്ഞത് തെറ്റാണോ? എടാ, വിശക്കുന്നവന് ഫുഡല്ലേ വേണ്ടത്? വിശക്കുന്നവൻ ആഹാരമല്ലേ വേണ്ടത്? നീ ഫുഡ് കഴിക്കുന്നല്ലേ യേശു പറഞ്ഞോളൂ, സാത്താൻ പറഞ്ഞോളൂ യേശുവിനോട്. പക്ഷെ നിങ്ങൾ ഓർക്കണം, വിശക്കുന്നവന് വേണ്ടത് ആഹാരമാണ്. ഇപ്പൊ യേശുവെ 40 ദിവസമായില്ലേ നീ ഫുഡ് കഴിച്ചിട്ട് ഈ കല്ലിനെ അപ്പമാക്കി തിന്നോളാനാണ് പിശാച് പറഞ്ഞത്. നോക്കിയേ, വിശക്കുന്നവൻ ആഹാരം കഴിക്കുന്നത് തെറ്റാണോ? പിശാചിന്റെ കളി കണ്ടോണം. നിനക്ക് തെറ്റല്ല എന്ന് തോന്നുന്ന ചിലതിലേക്ക് നിന്നെ ചാടിച്ചിട്ട് നിന്നെ കുരുക്കി തെറ്റുകാരനാക്കുന്നവനാണ് പിശാച്. നിനക്ക് തെറ്റല്ല എന്ന് തോന്നുന്ന വിഷയം, ഇതൊക്കെ ആരാ ഇപ്പൊ ചെയ്യാത്തെ? ഇതൊക്കെ ആരാ ഇപ്പൊ നോക്കാത്തെ? ഇതൊക്കെ ആർക്കാ ഇപ്പൊ ഇല്ലാത്തെ? ഇതൊക്കെ ആരാ ഇപ്പൊ കഴിക്കാത്തെ? നിനക്ക് തെറ്റല്ല എന്ന് തോന്നുന്ന ഒരു ചിന്ത നിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നല്ലേ. നോക്കിയേ, ആ ബന്ധം തുടങ്ങിയപ്പോൾ ഇത് തെറ്റാണെന്ന് നീ ചിന്തിച്ചില്ല. പക്ഷെ തെറ്റല്ല എന്ന് തോന്നിയ ആ ബന്ധത്തിനകത്ത് നിന്നെ ചാടിച്ച് നിന്നെ കുരുക്കി ഇപ്പൊ അതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ക്രമത്തിലാക്കി ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോ എന്നുള്ള പരുവത്തിലിരിക്കുക. ഇതാണ് പിശാചിന്റെ കളി. വിശക്കുന്നവൻ ആഹാരമാണ് വേണ്ടേ? പിശാച് പറഞ്ഞ തെറ്റല്ല. പക്ഷേ വിശുദ്ധ ബൈബിൾ പറയുന്നു, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, അവനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? ബോൺ അഗെയിൻ ആയിട്ടുള്ളവൻ, അകത്താത്മാവുള്ളവൻ, അവന് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയും. അവന് ശത്രുവിന്റെ ടെംപ്റ്റേഷനെ തിരിച്ചറിയാൻ കഴിയും. അവന് അറ്റാക്കിനെ തിരിച്ചറിയാൻ കഴിയും. അതവന് സെൻസ് ചെയ്യും. കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നില്ല. ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ഒരു കൃപ നമ്മളെ എല്ലാത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു കൃപ നമ്മുടെ മേലുണ്ട്, കവറിങ്. പക്ഷെ ഈ കൃപയുള്ളത് കൊണ്ട്, ഈ സംരക്ഷണം ഉള്ളത് കൊണ്ട് ലോകത്തെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല. കേൾക്കുന്നോ? മഴ പെയ്യുന്നു, ഭയങ്കര മഴ, കുട നിവർത്തുന്നു. നോക്കുക, മഴയത്ത് കുട നിവർത്താം, പക്ഷേ ഈ കുടയ്ക്ക് മഴയെ നിർത്താനൊക്കില്ല. പക്ഷെ നിങ്ങളെ നനയ്ക്കാതെ സൂക്ഷിക്കാം. Come on. ഈ കുടയ്ക്ക് മഴയെ നിർത്താനൊക്കില്ല, പക്ഷെ നീ നനയാതെ നിന്നെ സൂക്ഷിക്കാൻ പറ്റും. ഭയങ്കര തണുപ്പ് വരുന്ന സമയം, നല്ല തണുപ്പുള്ള സ്ഥലം, നല്ല തണുപ്പത്ത് മൈനസിലൊക്കെ പോകുന്ന സമയം, -1 -2 പോകുന്ന സമയം, ആ തണുപ്പ് സമയത്ത് നല്ലൊരു ലെതർ ജാക്കറ്റ് എടുത്തിട്ടാൽ ആ ജാക്കറ്റ് ഇട്ടിരിക്കുന്ന ആളെ തണുപ്പിൽ നിന്ന് രക്ഷിക്കാം. പക്ഷെ ഈ ഇട്ടിരിക്കുന്ന ജാക്കറ്റിന് ഈ തണുപ്പ് മാറ്റാനൊക്കത്തില്ല. നിങ്ങളുടെ മേൽ കൃപ കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ കൃപയ്ക്കകത്ത് നിൽക്കുന്നവൻ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനായി പാപത്തിൽ നിന്ന് ജയിക്കും. പക്ഷെ പാപം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കും, അവൻ അതിനകത്തൂടെ ജയാളിയായി നടക്കും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? ജാക്കറ്റ് ഇട്ട് നിൽക്കുന്നവൻ തണുപ്പിനെ ജയിക്കും, പക്ഷെ തണുപ്പ് മാറണമെന്നില്ല. ഓക്കെ, നിങ്ങളുടെ അകത്ത് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ് ഏറ്റവും വാല്യുബിൾ.
ഞാൻ രാവിലെ പറഞ്ഞ പോലെ ദൈവം ഇപ്പോൾ നമ്മുടെ പിതാവാണ്. നമ്മുടെ നേച്ചർ ആരുടെ നേച്ചറാ? ഫസ്റ്റ് റീഡ് ദാറ്റ് വേർഡ് വൺസ് അഗൈൻ. 2 പീറ്റർ 2:1 തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കു വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. നോക്കിയേ, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം. അവിടെ ഇംഗ്ലീഷ് ബൈബിൾ ദ ഡിവൈൻ നേച്ചർ 2 വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ. പാർട്ടേക്കർ, ദ പാർട്ടേക്കർ ഓഫ് ഡിവൈൻ നേച്ചർ. പാർട്ടേക്കർ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടവകാശി. ദൈവത്തിന്റെ നേച്ചറിന് നമ്മൾ കൂട്ടവകാശികളാകുന്നു. Are you born again? Amen. You have the nature of God because God is your father. ദൈവമാണ് നിങ്ങളുടെ പിതാവ്. അവനിൽ നിന്നാണ് നിങ്ങൾ ഇപ്പോൾ ജനിക്കപ്പെട്ടിരിക്കുന്നത്. Thank you Jesus. Hallelujah. Hallelujah. അവന്റെ വിത്താണ് നിങ്ങളിൽ വസിക്കുന്നത്. എന്താണ് ദൈവത്തിന്റെ നേച്ചർ? എത്ര പേര് പറയും നായ ജനിപ്പിക്കുന്ന നായയാണ്, കരടി ജനിപ്പിക്കുന്ന കരടിയാണ്, സിംഹം ജനിപ്പിക്കുന്ന സിംഹത്തെയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ഞാൻ ആരാണ്? അപ്പോൾ എൻ്റെ നേച്ചർ ആരുടെ നേച്ചറാണ്? എത്ര വീണ്ടും ജനനം പ്രാപിച്ചവർ പറയും ഞാൻ ദൈവത്തിന്റെ നേച്ചർ ഉള്ളവനാണ്? വഴക്കുണ്ടാക്കിയിട്ട് വന്നവരൊന്നും കൈപൊക്കുന്നില്ല. ഞാൻ ദൈവത്തിന്റെ നേച്ചർ ഉള്ളവനാണ്. ദൈവത്തിന്റെ നേച്ചറിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഡു ദ മിറക്കിൾസ്. ദൈവം ഒരു കാര്യം ചെയ്താൽ അതൊരു അത്ഭുതമായിരിക്കും. ഓക്കെ, ദൈവം ഒരു കാര്യം ചെയ്താൽ അതൊരു മിറക്കിളായിരിക്കും. ദൈവം ഒരു കാര്യം ചെയ്താൽ അത് വേറെ ആരും ചെയ്യാത്തതായിരിക്കും. ദൈവം ഒരു കാര്യം ചെയ്താൽ അതൊരു പുതിയ കാര്യമായിരിക്കും. ഓ ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം ചെയ്താൽ അതിനകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവം ഒരു കാര്യം ചെയ്താൽ അതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ടാകും. അവൻ ഉണ്ടാക്കിയതെല്ലാം, അവൻ സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് അവൻ കണ്ടു. ദൈവം നിങ്ങളുടെ പിതാവാണ്. യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്ക്. മോശയ്ക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല. ഏലിയാവിന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ജോഷുവായ്ക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ, യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിലൂടെ, ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വന്നെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവൻ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം എത്രയധികമായി ജീവനിൽ വാഴും എന്ന വചനത്താൽ ഇതാ ഒരു കൂട്ടം ജനം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ഏതു സമയത്തും കൃപാസന അരികിലേക്ക് ഓടി വരാൻ ദൈവം അവസരം നൽകി. What a privilege, because God is my father. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് we are the partaker in Christ. കൂട്ടവകാശി, നാം അവന്റെ കൂട്ടവകാശി. കൊലോസ്യർ 1:12 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വിശുദ്ധന്മാരുടെ അവകാശം അവൻ നമുക്ക് നൽകി. അവിടുത്തെ അവകാശം എന്ന പദത്തിന് ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇൻഹെറിറ്റൻസ് എന്ന. ഇൻഹെറിറ്റൻസ് എന്ന വാക്കിന്റെ അർത്ഥം പിതൃസ്വത്ത്, പൂർവിക സ്വത്ത്. ഹലോ, ദൈവം നമുക്ക് വേണ്ടി നിക്ഷേപിച്ചിട്ടത്. നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങളെ ജനിപ്പിച്ചത് ആരായി? ദൈവമാ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ബോൺ അഗൈൻ ആയത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ദൈവമാണ് ഇപ്പോൾ നമ്മുടെ പിതാവ്. ദൈവം എന്നെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവം എൻ്റെ അപ്പനായി കഴിഞ്ഞാൽ, ഞാൻ ബോൺ അഗൈൻ ആയി കഴിഞ്ഞാൽ, വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ദൈവ ഭവനക്കാരനാണ്. ഈ ഭവനത്തിലെ പിതാവ് ഇപ്പോൾ ദൈവമാണ്. God is responsible for you. ഈ പിതാവിന് നിന്നെ കുറിച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം, റീഡ് ദാറ്റ് ചാപ്റ്റർ. ഗലാത്യർ 4:1 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. ഗലാത്യർ 4:1 മുതലുള്ള വാക്യം. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറയുന്നു. അവകാശി സർവത്തിനും യജമാനനെങ്കിലും
അവൻ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവൻ അല്ല. രണ്ട് പദം നിങ്ങളിവിടെ കേട്ടോണം. ഒന്ന് അവകാശി. പറഞ്ഞേ അവകാശി. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും അവൻ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഒന്ന്, നമ്മൾ അവകാശികളാണ്. We have the inheritance. നമ്മൾ യജമാനന്മാരാണ്. ഞാൻ നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഇതാണ്: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം. ഞാൻ രാജകീയ പുരോഹിത വർഗമാണെന്ന് എത്ര പേര് പറയും? ഇനി ആ രാജകീയ പുരോഹിതൻ എന്നുള്ള ഒറ്റ വാക്ക് ഞാൻ ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്നു പറയട്ടെ? റോയൽ പ്രീസ്റ്റ്. വാട്ട്സ് ദ മീനിങ് ഓഫ് റോയൽ പ്രീസ്റ്റ്? രാജകീയ പുരോഹിതൻ, രാജാവ്. പറഞ്ഞ കിങ്. വാട്ട്സ് ദ മീനിങ് ഓഫ് കിങ്? ദ കിങ് ഈസ് എ റൂളർ. രാജാവാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. ദ കിങ് ഈസ് എ റൂളർ, ഭരിക്കുന്നവൻ. പറഞ്ഞ് ഭരിക്കുന്നവൻ. അപ്പോൾ നീ രാജകീയ പുരോഹിതനാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ ദ റൂളർ ഇൻ യുവർ ലൈഫ്. Satan is not ruler in your life. പിശാചല്ല നിന്റെ ജീവിതം എങ്ങനെ ആകുന്നെന്ന് പറയുന്നേ. മന്ത്രവാദിയോ ആഭിചാരകനോ അല്ല നിന്റെ ജീവിതം എന്താകുമെന്ന് പറയുന്നേ. കൈനോട്ടക്കാരനല്ല നിന്റെ ജീവിതം എന്താന്ന് പറയുന്നത്. യു ആർ ദ റൂളർ ഇൻ യുവർ ലൈഫ് ബിക്കോസ് യു ആർ ദ റോയൽ പ്രീസ്റ്റ്. യു ആർ ദ റൂളർ. യു ആർ ദ റൂളർ. അസാധാരണമായൊരു ദൈവസാന്നിധ്യം ഞാൻ ഇനി യോളിൽ അനുഭവിക്കാൻ സമയത്ത്. Come on. You are the ruler. Your future is not in your hand. Your future is in your tank. നിന്റെ ഭാവി ഇരിക്കുന്നത് നിന്റെ കയ്യിലല്ല, നിന്റെ ഭാവി നിന്റെ നാക്കിലായി ഇരിക്കുന്നത്. Because you are the ruler of your life. പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നീ ഇത് മനസ്സിലാക്കിയ അവകാശി സർവത്തിന് യജമാനനാ. പക്ഷെ വെറും ശിശു ആകരുത്. ഇതിനെ അറിയണം, ഇതിനെ മനസ്സിലാക്കണം. നിങ്ങൾ ക്രിസ്തുവിൽ ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിൽ വിശ്വസിക്കുന്നവന്റെ പദവി എന്തുവാന്ന് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ വിത്താണ് നിങ്ങൾ വസിക്കുന്നെങ്കിൽ, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ അപ്പന്റെ സ്വഭാവം കാണിക്കണം. ഓ മൈ ഗാഡ്. അവൻ ഒന്നിന്റെ മുമ്പിൽ പതറുന്നവനല്ല, അവൻ ഒന്നിന്റെ മുമ്പിൽ തളരുന്നവനല്ല, അവൻ ഒന്നും കണ്ണോണ്ട് പുറകോട്ട് പോകുന്നവനല്ല. തിരകൾ ആർ തലയ്ക്കുമ്പോഴും അതിന്റെ മുകളിലൂടെ കൂളായിട്ട് നടക്കുന്നവനാ. ഹല്ലേലൂയ. കല്ലറയ്ക്കകത്ത് പിടിച്ചടച്ച് കല്ലുരുട്ടി വെക്കുമ്പോഴും അവൻ വറിയാകുന്നില്ല. കാരണം അവന്റെ നേച്ചർ അകത്ത് കിടക്കുന്നതല്ല, പുറത്തു വരുന്നതാ. ഇന്ന് രാത്രി ആരൊക്കെയോ നോക്കി ദൈവാത്മ പ്രവചിക്കുന്നു, നിന്നെ അകത്തളങ്ങളിൽ ഏതെങ്കിലും വ്യക്തി ഒതുക്കിയെങ്കിൽ, ബോണഗൈനായവനെ, വീണ്ടും ജനിച്ചവനെ, ദൈവത്തിന്റെ വിത്ത് അകത്ത് വസിക്കുന്നവനെ ആർക്കും എങ്ങും ഒതുക്കിയിടാൻ ഒക്കത്തില്ല. കാരണം ഇവന്റെ അപ്പൻ, എന്റെ പിതാവ് ഒതുങ്ങിപ്പോയവനല്ല, അവൻ കല്ലറകളെ ജയിച്ച് പുറത്തു വന്നവനാ. That is the nature of God. പിശാച് പരാജയപ്പെട്ടവനാണ്. ഒരിക്കൽ യേശു കർത്താവ് 70 ശിഷ്യന്മാരെ തന്റെ അടുക്കൽ വിളിച്ചു. അവരെ 70 പേരെ ഈ 2 ഊരുകളിലേക്ക് അയച്ചു. ആ 70 പേർ ഈ 2 പേരായി ഓരോ ഊരുകളിലേക്ക്, ഓരോ പട്ടണങ്ങളിലേക്ക് അവർ ചെന്നു. ആ 70 പേർ ഓരോ ഊരുകളിലും ചെന്ന് യേശു അവരോട് പറഞ്ഞതുപോലെ അവർ ചെയ്തു. ആ 70 പേരും, യേശു അയച്ച ആ 70 ശിഷ്യന്മാരും, അവർ സന്തോഷത്തോടെ മടങ്ങി യേശുവിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഗുരു, ഇറ്റ്സ് അമേസിംഗ്. നിന്റെ നാമം പറഞ്ഞപ്പം, യേശുവേ, നിന്റെ പേര് പറഞ്ഞപ്പം ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. നിന്റെ പേര് പറഞ്ഞപ്പോൾ സാത്താൻ വിറച്ച് താഴെ വീണു, പിശാചുക്കൾ ഇളകി വീണു. നിന്റെ പേര് പറഞ്ഞപ്പോൾ രോഗികൾ സൗഖ്യമായി. യേശു പറഞ്ഞു, വണ്ടർഫുൾ. Say together, wonderful. Hallelujah.
ഗ്രേറ്റ്. കൊള്ളാം, നല്ലത്. എന്നിട്ട് യേശു പറഞ്ഞ വാക്ക് കേട്ടോ, ഇറ്റ്സ് ഫൈൻ. എന്നാൽ നിങ്ങൾ കേട്ടോണം, ഭൂതം ഇളകിയതിൽ സന്തോഷമുണ്ട്, ഞാൻ അതിനാ നിങ്ങളെ അയച്ചത്. പക്ഷേ നിങ്ങൾ പോയ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദാറ്റ് ടൈം സാത്താൻ ആകാശത്ത് നിന്ന് മിന്നൽ വീഴുന്നത് പോലെ സാത്താൻ വീഴുന്നത് ഞാൻ കണ്ടു. യേശു പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറയാം, സാത്താന്റെ വീഴ്ച യേശു കണ്ടു. എല്ലാരും ഒന്ന് ഉറക്കെ പറ, സാത്താന്റെ വീഴ്ച യേശു കണ്ടു. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ എടുക്കണ്ട. സാത്താൻ ആകാശത്തു നിന്ന് മിന്നൽ വീഴുന്നത് പോലെ വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. സാത്താൻ വീണവനാണെന്ന് യേശുവിനറിയാം. സാത്താൻ വീണവനാണെന്ന് യേശുവിനും അറിയാം. സാത്താൻ വീണവനാണെന്ന് വീണ സാത്താനും അറിയാം. Oh my God. Listen to this word. It's a very important revelation. സാത്താൻ വീണവനാണെന്ന്, listen to everyone for me, എല്ലാവരും എന്നെ നോക്ക്. സാത്താൻ വീണവനാണെന്ന് സാത്താൻ അറിയാം. പക്ഷെ അത് നിനക്കറിയാവോ എന്നാ സാത്താൻ അറിയണ്ടേ. 8ാം ക്ലാസ്സിൽ ഒരുത്തൻ തോറ്റു. 8ാം ക്ലാസ്സിൽ ഇവൻ തോറ്റെന്ന് ഇവൻ അറിയാം. പക്ഷെ അത് അയലോക്കക്കാരൻ അറിഞ്ഞോ എന്നാ ഇവൻ അറിയണ്ടേ. എപ്പോൾ ഇത് അയലോക്കക്കാരൻ അറിയുന്നു, അപ്പോൾ മുതൽ അയലോക്കക്കാരന്റെ മുമ്പിൽ ഇവൻ തല ഊനിച്ച് നടക്കണം. തല പൊക്കാൻ ഒക്കത്തില്ല. സാത്താൻ തോറ്റവനാണെന്ന് സാത്താൻ അറിയാം. പക്ഷെ ഇത് നിനക്കറിയാവുന്ന സാത്താൻ അറിയണ്ടേ. അതെപ്പോൾ നീ അറിയുന്നോ, അപ്പോൾ മുതൽ നീ അവന്റെ മേൽ ജയാളിയാ. Come on, everyone. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. അപ്പോൾ മുതൽ നീ അവന്റെ മേൽ ജയാളിയാ. When I born again, I am delivered from the power of darkness. I am delivered from the power of darkness. When I born again, I am delivered from the power of darkness. എന്ന് ഞാൻ വീണ്ടും ജനിച്ചോ, എന്ന് ദൈവം എൻ്റെ പിതാവായോ, എന്ന് ഞാൻ അവൻ്റെ മകനായോ മകളായോ, അന്ന് മുതൽ ഞാൻ ഇപ്പോൾ ഇരുട്ടിലല്ല. കരണ്ടുള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ, കരണ്ടുള്ള വീട്ടിലാണ് ജനിച്ചതെങ്കിൽ എൻ്റെ വീട്ടിൽ ലൈറ്റുണ്ട്. ഇരുട്ടുള്ള വീട്ടിലാണ് ജനിച്ചെങ്കിൽ എൻ്റെ വീട്ടിൽ ഇരുട്ടുണ്ട്. ഇരുട്ടത്തായിരുന്നു ഞാൻ കിടന്നത്. നമ്മെ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നന്ദി. I am delivered from the darkness. I am delivered. My beloved sister, my beloved brothers, listen to me. Every time നിങ്ങൾ എപ്പോഴും ഈ കാര്യം ഒന്ന് അകത്തായ വിറക്കണം. അകത്ത് നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദം, മറ്റെന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. I am delivered. I am success. I am blessed. I am prosper because I am born again. God is my father. God is my father. I am the member of his house. God is my father. He is responsible for me. കർത്താവിന്റെ വചനത്തിലിരിക്കുന്ന അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. Because he is your father. Hallelujah. Thank you, Jesus. ഈ ഭവനത്തിലെ ആദ്യത്തെ പുത്രൻ ആരാന്നറിയാമോ? നമ്മളെല്ലാം ഇപ്പൊ പുത്രന്മാരും പുത്രിമാരും ദൈവഭവനത്തിൽ യേശു ക്രിസ്തുവിലൂടെ. എന്നാൽ ഈ ഭവനത്തിലെ ആദ്യത്തെ പുത്രൻ ആരാന്നറിയാമോ? റീഡ് റോമർ ചാപ്റ്റർ 8 വേഴ്സ് 29. റോമർ 8:29 വായിച്ചേ. Come on. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതൻ, തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന്. അപ്പോൾ ദൈവം, ദൈവം ഈ ഭൂമിയിൽ പുത്രനായി വന്നത്, ദൈവം ഈ ഭൂമിയിൽ ഒരു പിതാവായി വരാതെ, ദൈവം ഈ ഭൂമിയിൽ മറ്റൊന്നായി വരാതെ,
ദൈവം ഈ ഭൂമിയിൽ പുത്രനായി വന്നത് നമ്മളെ പുത്രരാക്കാനാണ്. യേശു നമ്മെ പോലെ ആയത് നാം അവനെ പോലെ ആകാനാണ്. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന്. അപ്പോൾ ഈ ഭവനത്തിൽ ആദ്യത്തെ പുത്രൻ ആരാ? കമോൺ പറ. ഓക്കെ, അടുത്ത വാക്യം. again read that word. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഓക്കെ, ഈ ഭവനത്തിലെ ആദ്യത്തെ പുത്രൻ യേശുവ. വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അവൻ നമുക്ക് സകലത്തിലും മാതൃക വെച്ചിരിക്കുന്നു. അവൻ സകലത്തിലും നമുക്ക് മാതൃക കാണിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിലെ ആദ്യത്തെ പുത്രൻ യേശുവ. നമ്മൾ ആരാണ്? ആ പുത്രന്റെ സഹോദരങ്ങളാണ്. യേശു ദൈവമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗാഡ്, ഈസ് മൈ ലോർഡ്, ഈസ് മൈ സേവിയർ, ഈസ് മൈ റെഡീമർ, ഈസ് മൈ എവ്രിതിങ്. അപ്പോൾ തന്നെ മറ്റൊരു റെവലേഷൻ പൗലോസ് പറയുന്നു, ഈസ് മൈ ബ്രദർ, ഈസ് അവർ എൽഡർ ബ്രദർ ഇൻ ദ ഗോഡ്സ് ഹൗസ്. ദൈവഭവനത്തിലെ ആദ്യത്തെ പുത്രനാണ് യേശു. ആ പുത്രന് ഈ ഭൂമിയിൽ എന്തൊക്കെ അവകാശം പിതാവിന് കൊടുത്തോ അതെല്ലാം പുറകെയുള്ള അനിയന്മാർക്കും അനിയത്തിമാർക്കും ഉണ്ട്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു? വാവ്! ബൈബിൾ പറയുന്നു ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് യോഹന്നാൻ 14:12 എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. അടുത്ത വാക്യത്തിൽ ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ യേശു കർത്താവ് പറയുന്നു, ഇനി നിങ്ങളെ ഞാൻ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, ഇനി ഞാൻ നിങ്ങളെ മക്കളെന്ന് വിളിക്കുന്നു. എന്താ ഈ ദാസനും സെർവന്റും സൺസ് ഓഫ് ഗോഡും അല്ലെങ്കിൽ സെർവന്റും മാൻ ഓഫ് ഗോഡും സൺ ഓഫ് ഗോഡും തമ്മിലുള്ള വ്യത്യാസം? ദാസൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം മക്കളാകുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഭവനത്തിലെ അംഗങ്ങളാകുന്ന നിങ്ങൾക്ക് എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം എനിക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അതേസമയം നിങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്ന ഒരു പണിക്കാരൻ, ഒരു ദാസൻ, വെളിയിൽ തേങ്ങ ഇടാൻ വന്ന ആള്, പുള്ളി തേങ്ങ ഇട്ടേ ചോടി വന്ന് നിങ്ങളുടെ ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുത്ത് കുടിക്കുമോ? പുള്ളി ആരാണ്? ദാസനാണ്. പുള്ളി വെളിയിൽ നിന്ന് ചോദിക്കും, ചേച്ചി അല്ലെങ്കിൽ ബ്രദറെ അല്ലെങ്കിൽ ചേട്ടാ ഇച്ചിരി വെള്ളം കുടിക്കാൻ തരുമോ? യാചിക്കും. ദാസൻ എന്തോ ചെയ്യും? യാചിക്കും. മക്കളാണെങ്കിൽ യാചിക്കുവല്ല, അറിഞ്ഞങ്ങ് ചെയ്യുക. അവനറിയാം എവിടെന്തോ ഇരിപ്പുണ്ടെന്ന്. ഇതാ ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവനറിയാം എവിടെന്തോ ഇരിപ്പുണ്ടെന്ന്. വിശുദ്ധ ബൈബിളിൽ മറഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ ഇൻഹെറിറ്റൻസിനെ, നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഈ പലർക്കും ഒരു ചിന്തയുണ്ടേ, ദൈവം നമ്മളെ കഷ്ടത വരുത്തി വട്ടം കറക്കി പട്ടിണിയിലാക്കി. പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ചലഞ്ചുകളുണ്ട്, വെല്ലുവിളികളുണ്ട്. കാരണം യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ ഈ ലോകക്കാരായിരുന്നെങ്കിൽ ഈ ലോകം നിങ്ങളെ പകയ്ക്കില്ലായിരുന്നു. നിങ്ങൾ ഈ ലോകക്കാരല്ലായികയാൽ ഈ ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നിങ്ങളെല്ലാവരുടെയും കൂടെ അവർ പറയുന്നതും കേട്ട് അവർ കാണിക്കുന്നതും കാണിച്ച് നടന്നാൽ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണ്. എന്നാൽ അവിടെ നിന്ന് ദൈവം ഇപ്പം ആരെങ്കിലും നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ, വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളെ എതിർക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കൺഫർമേഷൻ ഇതാ, ഇപ്പോൾ ഞാൻ അവരെ പോലല്ല, ഐ ആം എ ബോൺ അഗെയിൻ. നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കത്തില്ല. കള്ളു കുടിക്കാൻ വിളിക്കുന്നവന്റെ കൂടെ കള്ളു കുടിക്കാൻ പോയാൽ അവൻ ഹാപ്പിയാ. വഴക്കുണ്ടാക്കാൻ വിളിക്കുന്നവന്റെ കൂടെ വഴക്കുണ്ടാക്കാൻ പോയാൽ അവൻ ഹാപ്പിയാ. സിനിമ കാണുന്നവന്റെ കൂടെ പോയിരുന്ന് സിനിമ കണ്ടാൽ അവൻ ഹാപ്പിയാ. എന്നാൽ ഒരുത്തൻ സിനിമ കാണാൻ വിളിക്കുമ്പോൾ ഇല്ല എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവൻ എഗൻസ്റ്റാ.
നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കില്ല. നിങ്ങൾ ലോകക്കാരല്ലായകയാൽ നീ ബോൺ അഗെയിൻ ആയതിനാൽ ലോകം നിന്നെ പകയ്ക്കുന്നു. അപ്പോൾ തന്നെ നീ ഓർക്കുക, ഇപ്പോൾ ദൈവം നിന്റെ പിതാവാണ്. നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ പിതാവാക്കി വെച്ചു. മത്സ്യം കിടക്കുന്നത് കടലിലാണ്. കടലിലെ വെള്ളത്തിന്റെ ടേസ്റ്റ് സോൾട്ട് ഉപ്പാണ്. മീൻ കിടക്കുന്നത് ഉപ്പ് വെള്ളത്തിലാണ്. പക്ഷെ മീനെ കറി വെക്കാൻ എടുക്കുമ്പോൾ, മത്തി കറി വെക്കാൻ എടുക്കുമ്പോൾ, വറുക്കാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ അതിൽ ഉപ്പ് തേക്കും. ഉപ്പ് വെള്ളത്തിൽ ആ മത്തി കിടന്നേന്ന് കരുതി ഈ മത്തി വറക്കാൻ എടുക്കുമ്പോൾ ഉപ്പ് തേക്കാതെ പറ്റത്തില്ല. കാരണം ഉപ്പ് വെള്ളത്തിൽ ആ മത്തി കിടന്നെങ്കിലും മീൻ കിടന്നെങ്കിലും ഈ ഉപ്പിന്റെ ഒരു അംശം ഇവനി പിടിച്ചിട്ടില്ല. ഇതുപോലെ നമ്മൾ ലോകത്തിൽ ജീവിക്കേണ്ടത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? ലോകം ഇങ്ങനെയൊക്കെ തന്നെ ഓടും. പക്ഷെ അതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ മകനായി, ദൈവത്തിൻ്റെ ഡിവൈൻ നേച്ചർ വെളിപ്പെടുത്തുന്ന വ്യക്തിയായി, forgiveness, miracles, oh hallelujah, boldness, ഇതെല്ലാം ദൈവത്തിൻ്റെ നേച്ചറാണ്. കെയറിങ്, ലവ്, mercy, tender mercy, ഇതെല്ലാം ദൈവത്തിൻ്റെ നേച്ചറാണ്. We have the nature of God. ക്രിസ്തുവിലുള്ള നമ്മുടെ അവകാശം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നു. ഇവിടെ ഒരു പിതാവുണ്ട്, 2 മക്കളുണ്ട്, ഒരു വീടുണ്ട്. പിതാവ് സ്വർഗത്തിലെ ദൈവമാണ്. മക്കൾ ആരുമാകാം, നാം ഓരോരുത്തരുമാകാം. മൂന്നാമത്തെ കാര്യം, ആ പിതാവിൻ്റെ ഭവനത്തിലെ ക്രമീകരണങ്ങൾ. ഇതെല്ലാം കേട്ടോണം. ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണമേ. ഈ 2 മക്കളും ജീവിക്കുന്ന എവിടെയാണ്? ഈ അപ്പൻ്റെ കൂടെയാണ്. ഈ മക്കൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ബോൺ അഗെയിൻ ചിൽഡ്രൻസ്, വീണ്ടും ജനിച്ച മക്കൾ. ഒരപ്പൻ ഉണ്ടാകണമെങ്കിൽ ജനിപ്പിക്കണമല്ലോ. ഒരാൾ ജനിപ്പിച്ചാലല്ലേ അദ്ദേഹം അപ്പനാവും. അപ്പോൾ ഈ ഭവനത്തിലെ അപ്പൻ സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, ഈ മക്കൾ ഈ വീട്ടിലാണെങ്കിൽ, ഇദ്ദേഹം ഒരു അപ്പനാണെങ്കിൽ, ഈ പിള്ളേര് ബോൺ അഗെയിൻ. ഹല്ലേലൂയ. അപ്പനെ അറിയാവുന്നവനാ, അപ്പന്റെ ഭവനത്തിൽ ജീവിച്ചവനാ. പക്ഷെ ഒരു ദിവസം സാധാരണ ആൾക്കാർക്ക് സംഭവിക്കുന്ന പോലെ അതിലുള്ളവൻ അപ്പനോട് പറയാണ്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണമേ. അപ്പോൾ അപ്പനെ അവനറിയാം, പിതാവിനെ അവനറിയാം. പിതാവ് അവന് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ബോധം, വെളിപ്പാട് അവൻ്റെ തലയ്ക്കകത്തുണ്ടായിരുന്നു. ദൈവം നിങ്ങളുടെ പിതാവാണോ? നിങ്ങൾ ദൈവ ഭവനക്കാരാണോ? പിതാവ് അവന് വേണ്ടി ചിലത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചില ഇൻഹെറിറ്റൻസ് അവനുണ്ട്. പിതാവ് അവന് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ബോധം അവനുണ്ടായിരുന്നു. ആ ബോധം ഉള്ളത് കൊണ്ടാണ് അവൻ പിതാവിനോട് ചോദിച്ചത്. അതെ, ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചതിനെ ചോദിക്കാനുള്ള റൈറ്റ് മക്കൾക്കുണ്ട്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു? ദൈവം, കമോൺ, സർവശക്തനായ ദൈവം, പിതാവായ ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചതിനെ ചോദിക്കാനുള്ള അനുവാദം നമുക്കുണ്ട്. എല്ലാവരും അടുത്തിരിക്കുന്നുണ്ട്, പറയാം, വായടച്ചിരിക്കാതെ ചോദിക്കണം, പറ. യേശു കർത്താവ് മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. മലയാളത്തിലാണ് യാചിപ്പീൻ എഴുതിയിരിക്കുന്നത്. ആക്ച്വലി യാചിപ്പില്ല, ആസ്ക് എന്ന, ചോദിക്കുവിൻ. ചോദിക്കുക എന്നുള്ളതും യാചിക്കുക എന്നുള്ളതും രണ്ടും രണ്ടർത്ഥം. യാചിക്കുന്നത് ദാസന, ചോദിക്കുന്നത് മകന. മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കി, ബെഗിങ് എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ആസ്ക്, ചോദിക്കുക. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ പ്രോബ്ലം, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവീൻ നിങ്ങൾ കണ്ടെത്തും. ദോഷികളായ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് ചോദിക്കുന്നവർക്ക് അവൻ നന്മ എത്രയധികം കൊടുക്കും.
അതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജന്മം നൽകിയ പിതാവിനെ വെച്ച് സ്വർഗത്തിലെ പിതാവിനെ കമ്പയർ ചെയ്യരുത്. ഈ ഭൂമിയിലെ നിങ്ങളുടെ അപ്പനേക്കാൾ ഡീസന്റ് ആണ് സ്വർഗത്തിലെ അപ്പൻ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, ഇവനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഒന്ന്, അവന്റെ പിതാവ് അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മയെക്കുറിച്ച് അവന് ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടത്. അപ്പം അവനൊരു പോർഷൻ ഉണ്ടെന്ന് അവൻ അറിയായിരുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട്? വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വരുമ്പോഴാണ് ചോദിക്കാൻ നിങ്ങളുടെ അധരം ഉയരുന്നത്. എനിക്ക് വേണ്ടി ആരും ഒന്നും ഒരുക്കിയിട്ടില്ല, ദൈവം ഒരുക്കിയിട്ടില്ല. ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ഇഗ്നോറന്റ് ആകുമ്പോഴാണ്, അറിവില്ലാത്തവരാകുമ്പോഴാണ് നിരാശയുടെ വാക്കുകൾ നിങ്ങൾ പറയുന്നത്. ഇവൻ പറഞ്ഞ അപ്പ വസ്തുവിൽ എന്ന് പറഞ്ഞാൽ ഈ അപ്പന് വസ്തുക്കൾ ഉണ്ടെന്ന് അവൻ അറിയാം. അപ്പന്റെ കയ്യിലുണ്ട്, അപ്പന്റെ കയ്യിൽ എന്തുണ്ട് എന്നൊരു മകൻ അറിയുന്നതാണ് അവന്റെ ജീവിതത്തിലെ പ്രത്യാശ. ഓ, എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകുന്നു? അപ്പന്റെ കയ്യിൽ പണമാണോ വസ്തുവാണോ, അപ്പന്റെ കയ്യിൽ എന്തുണ്ടെന്നൊരു മകൻ തിരിച്ചറിയുമ്പോഴാണ് അവന്റെ പ്രത്യാശ പുറത്തു വരുന്നത്. ഇന്ന് പകൽ ദൈവത്തിൽ സകല നന്മയും മറഞ്ഞു കിടപ്പുണ്ടെന്നും എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉയരത്തിലുള്ള പിതാവിൽ നിന്ന് വരുന്നെന്നും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് രാത്രി വാ തുറന്ന്, അപ്പാ ആമേൻ, എന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട അനുഗ്രഹം വെളിപ്പെടട്ടെ. അപ്പന്റെ കയ്യിലുള്ള നന്മകളെ കുറിച്ച് അറിവുണ്ടായിരുന്നവൻ അവൻ അത് ചോദിച്ചു. പക്ഷെ അവൻ ചെയ്ത തെറ്റൂടെ പറയാം. ദാതാവിനേക്കാൾ കൂടുതൽ അവൻ ദാനത്തെ സ്നേഹിച്ചു. അനുഗ്രഹിക്കുന്ന പിതാവിനേക്കാൾ കൂടുതൽ പിതാവിന്റെ അനുഗ്രഹത്തെ അവൻ സ്നേഹിച്ചു. ഞാൻ വാസ്തവമായി പറയാം, ദൈവത്തെക്കാൾ കൂടുതൽ നാം എന്തിനെയൊക്കെ സേവിക്കുന്നുവോ സ്നേഹിക്കുന്നുവോ അത് നമുക്ക് പരാജയമായിരിക്കും. ദൈവത്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോറിറ്റി എങ്കിൽ നിങ്ങളുടെ ജീവിതം ബ്ലെസ്ഡ് ആവും. ഇന്ന് ഈ ഭവനത്തിലെ മക്കളോട് ഞാൻ പറയുന്നു, നമ്മൾ ഒന്നിച്ച് ഈ പിതാവിനോട് ചിലത് ചോദിക്കാൻ പോവാം. സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം, വിടുതൽ വേണ്ടവർക്ക് യു ഹാവ് ദ ഇൻഹെറിറ്റൻസ്, അവകാശം നിങ്ങൾക്കുണ്ട്. ഈ മകൻ എല്ലാം നഷ്ടപ്പെട്ടവനായി ഇപ്പൊ പന്നിക്കൂട്ടിലിരിക്കുക. പന്നിക്കൂട്ടിലിരിക്കുക. ഈ പന്നിക്കൂട്ടിൽ ഇരിക്കുന്ന ഈ മകൻ പന്നി തിന്നുന്ന വാളവര പോലും കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ വിശപ്പ് കൊണ്ട് നശിക്കുന്നു, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലെ കൂലിക്കാർ ദാസന്മാർ തിന്ന് ശേഷിപ്പിക്കുന്നു. അപ്പോൾ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ഈ മകന്റെ റെവലേഷൻ എന്തുവാ? സമൃദ്ധി. സമൃദ്ധി. അപ്പൻ്റെ വീട്ടിലെ ദാസന്മാർ തിന്ന് ശേഷിപ്പിക്കുന്നു. അതിൻ്റെ ആ വെളിപ്പാട് ദൈവം എന്നോട് സംസാരിച്ചിങ്ങനെ, പഴയ നിയമ ദാസന്മാർ, മോശയും ഏലിയാവും പ്രവാചകന്മാരും ഈ ഭവനത്തിലെ ദാസന്മാർ തിന്ന് ശേഷിപ്പിച്ചു. ദാസന്മാർ ഈ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. പിന്നെ മക്കളാകുന്ന നമ്മൾ ഇതിൽ നശിക്കാനുള്ളവരല്ല. മക്കളാകുന്ന നമ്മൾ ഇവിടെ നശിക്കാനുള്ളവരല്ല. ദാസന്മാർ ഈ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. ദാസന്മാർ ഈ ഭവനത്തിൽ പ്രയോജനപ്പെട്ടു. ദാസന്മാരുടെ കയ്യിലൂടെ ഈ ഭവനത്തിൽ അത്ഭുതം നടന്നു. അങ്ങനെയെങ്കിൽ മക്കൾ നമ്മളിലൂടെ എത്രയധികം. ഇവൻ ഈസ് വെരി എക്സലന്റ് പേഴ്സൺ. ഇവനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക ഈ കാര്യത്തിൽ. കാരണം ഇവൻ വേദോസം കൊണ്ട് കിടന്ന ആളാ. ഇവൻ ബോണഗെയിനാ. കാരണം നേരത്തെ ഇവൻ എവിടെ ആയിരുന്നു? അപ്പന്റെ വീട്ടിലായിരുന്നു, ദൈവഭവനക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ആ റെവലേഷൻ അവന് വന്നത്, അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള റെവലേഷൻ. അവിടെ എൻ്റെ അപ്പന്റെ കൂലിക്കാർ ദാസന്മാർ തിന്ന് ശേഷിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അപ്പനെ കുറിച്ചുള്ള അടുത്ത, പിതാവിനെ കുറിച്ചുള്ള അടുത്ത റെവലേഷൻ കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നവനല്ല, അധികം വരുത്തി കൊടുക്കുന്നവനാ. ദൈവത്തെ കുറിച്ച് ചിലർക്കൊരു ചിന്തയുണ്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ ദൈവം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പരുവത്തിന് ഒപ്പിച്ചു തരും. നോ, 5 അപ്പവും 2 മീനും എടുത്ത് വർദ്ധിപ്പിച്ച് ബാക്കിയുള്ളത് തലയെ കൊട്ടയ്ക്കകത്തൂടെ വെച്ച് തരും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു? ഓ മൈ ഗോഡ്. അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ളതിന്റെ റെവലേഷൻ, എൻ്റെ അപ്പന്റെ ഭവനത്തിൽ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാൻ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. അടുത്ത വാക്ക് കേട്ടോണം, ഞാൻ ഇവിടുന്ന് എഴുന്നേക്കും. ഓ, അതാണ് എൻ്റെ സഹോദരങ്ങളെ, മൈ ഗാഡ്, മൈ ഗാഡ്, മൈ ഗാഡ്, ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്.
ഞാൻ ഇവിടുന്ന് എഴുന്നേക്കും. ഇതെന്റെ വിധിയാന്നും പറഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. ഇതെനിക്ക് ദൈവം തന്ന ശൂലമാണെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പാപത്തിന്റെ അകൃത്യത്തിന്റെ ന്യായവിധിയാണ് ഈ ശോധന എന്ന് പറഞ്ഞിരിക്കത്തില്ല. നോക്കിയേ, എന്റെ കുറവാ, എന്റെ പാപമാ, എന്റെ വീഴ്ചയാ, ദൈവം എനിക്ക് തന്ന ന്യായവിധിയാ എന്ന് ചിന്തിച്ച് നീ ഇവിടെ ഇരുന്നാൽ നീ ഈ പന്നിക്കൂട്ടി തീരും. നിന്റെ ജീവിതം ഈ പന്നിക്കൂട്ടിൽ തീരും. എന്നാൽ അതിനെ കുടഞ്ഞ് ദൂരെ എറിഞ്ഞിട്ട് അപ്പൻ ഒരുക്കിയതിലേക്ക് വാ, പിതാവിന്റെ ഭവനത്തിലേക്ക് വാ. ദൈവം ഒരുക്കിയ നന്മകളെ കാണാ. ഇവൻ, ഈ മനുഷ്യൻ, ഈ പന്നിക്കൂട്ടിൽ ഇരിക്കുന്ന ആള്, ഈ കക്ഷി ഇസ് എ ബോൺ അഗൈൻ പേഴ്സൺ. അവൻ അവിടെ ഇരുന്ന് പറയുക, എന്റെ വിധിയാ, ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തു, അപ്പൻ എനിക്ക് തന്ന ശിക്ഷയാ. വാലിച്ച് കുടഞ്ഞ് ദൂരേറിയതിനെയൊക്കെ പിതാവ് നിന്നെ വെയിറ്റ് ചെയ്യുക, അനുഗ്രഹത്തിലേക്ക് നിന്നെ വെയിറ്റ് ചെയ്യുക. നിനക്ക് വേണ്ടി അവിടെ ഒരു കാളക്കുട്ടിക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുക. അതിനെ തടിപ്പിച്ചത്, ആ വാക്കുണ്ടോ, തടിപ്പിച്ച കാളക്കുട്ടി. നിനക്ക് വേണ്ടി ഒരുക്കുന്നത് ഏറ്റവും ബെസ്റ്റാ. തടിപ്പിച്ച കാളക്കുട്ടിയെ നിനക്ക് വേണ്ടി ഒരുക്കുക. നിലയെങ്കിൽ നിനക്ക് വേണ്ടി തയ്ച്ചു വെച്ചിരിക്കുക. നിന്റെ പാകത്തിനുള്ള ചെരുപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതെന്റെ വിധിയാന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കാതെ അതിനെ കുടഞ്ഞെറിഞ്ഞ് പിതാവിന്റെ ഭവനത്തിലേക്ക് വാ.